വളരെ കോമൺ ആയിട്ട് കാണുന്ന കൈമരവിപ്പ്, അതിൻ്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, രോഗനിർണയം, ചികിത്സ എന്നിവയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഞാൻ ഡോക്ടർ ജിഷ മേരി, ഹോമിയോ ഡോക്ടറും കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റുമാണ്. കൈമരവിപ്പ് എന്ന് പറയുമ്പോൾ ചിലപ്പോഴൊക്കെ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മുടെ കൈകൾ തരിച്ചു പോവുക, കൈ ഇല്ലാത്തൊരവസ്ഥ നമുക്ക് ഫീൽ ചെയ്യാം. അതുപോലെ തന്നെ രാവിലെ കൈ അനക്കിക്കൊണ്ട് വരാൻ തന്നെ ഭയങ്കര പ്രയാസം. ചിലപ്പോൾ കൈ ഉപയോഗിച്ചിട്ട് ചില സാധനങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ അല്ലെങ്കിൽ പിടിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പലതും വഴുതി പോകുന്നു, പച്ചക്കറി പിടിക്കാൻ പറ്റുന്നില്ല, പാത്രങ്ങൾ കയ്യിൽ നിന്ന് വീണ് പൊട്ടുന്നു, അല്ലെങ്കിൽ ബസ്സിൽ പോകുമ്പോൾ ബൈക്കിൽ പോകുമ്പോഴൊന്നും നമുക്ക് പ്രോപ്പറായിട്ട് കൈ ഇങ്ങനെ പിടിക്കാൻ പറ്റുന്നില്ല, കൈ വഴുതി പോകുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു കണ്ടീഷൻ. ചിലപ്പോഴൊക്കെ കയ്യിൽ തൊടുമ്പോൾ ഷോക്ക് അടിക്കുന്ന പോലെ ഫീലിംഗ് ഉണ്ടെന്ന് ചിലർ പറയാറുണ്ട്. ചിലർ പറയും കയ്യിൽ ഭയങ്കരമായ പുകച്ചിൽ അനുഭവപ്പെടുന്നുവെന്ന്. എന്താണ് ഇതിന് കാരണം എന്നറിയാമോ? നെർവ് ഡാമേജ് അല്ലെങ്കിൽ നമ്മുടെ നാഡികൾക്ക് ഒരു പ്രായം കഴിയുമ്പോൾ ക്ഷതമേൽക്കും അല്ലെങ്കിൽ നശിച്ചു വരും. ഡയബറ്റീസ് ഉള്ളവർക്ക് ഇത് കൂടുതലായിട്ട് അനുഭവപ്പെടാറുണ്ട്. അതുപോലെ തന്നെ കാർപ്പൽ ടണൽ സിൻഡ്രോം, ഇത് വളരെ കോമൺ ആയിട്ട് കാണുന്നൊരു കണ്ടീഷനാണ്. അതുപോലെ കൈത്തണ്ടയിലും ഞരമ്പുകൾക്ക് പ്രഷർ അനുഭവപ്പെടുകയും അതുകൊണ്ട് തരിപ്പുണ്ടാവുകയും ചെയ്യാം. കൈകളിലേക്കുള്ള രക്തയോട്ടം കുറയുക, അതല്ലെങ്കിൽ വൈറ്റമിൻ B12, പൊട്ടാസ്യം, കാൽഷ്യം, സോഡിയം എന്നിവയുടെ കുറവ്, അല്ലെങ്കിൽ ചില മരുന്നുകളുടെ സൈഡ് എഫക്ട്സ്, ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ, ഹൈപ്പോതൈറോയിഡിസം ഉള്ളവർ, തൈറോയിഡ് ഡിസീസിന് മരുന്ന് കഴിക്കുന്നവർ, ഇവർക്കൊക്കെ ഇതുണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, ഇലക്ട്രോലൈറ്റ് പാനൽ, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ്, സിറം വൈറ്റമിൻ അസസ്മെൻറ്റ്, MRI, CT, USG എന്നിവയോടൊക്കെ നമുക്ക് കൃത്യമായിട്ടുള്ള രോഗനിർണയം നടത്താം കേട്ടോ. മരുന്നുകൾ ചേർത്ത എണ്ണ കൊണ്ട് നമുക്ക് മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നേരെ ചൂടുവെള്ളം ഒരു സ്പോഞ്ചോ അല്ലെങ്കിൽ ഒരു തുണിയോ ഉപയോഗിച്ചിട്ട് നല്ല ഹോട്ട് കംപ്രഷൻ അല്ലെങ്കിൽ വാം കംപ്രഷൻ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ദിവസവും സ്ട്രെച്ചിങ് എക്സസൈസ് ഒരു ശീലമാക്കാം. അപ്പോൾ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ പൊതുവെ കൂട്ടാനും അതുവഴി തരിപ്പിന് ഒരു പരിഹാരം കാണാനും നമുക്ക് പറ്റും. കാസ്റ്റിക്കം, ഹൈപ്പറിക്കം, റെസ്റ്റോക്സ്, റൂട്ടപ്പ്, ലംബമെറ്റ് തുടങ്ങിയ മരുന്നുകളാണ് ഹോമിയോപ്പതിയിൽ ഫലപ്രദമായിട്ട് കൈതരിപ്പിന് ഉപയോഗിച്ചു വരുന്നത്. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഫലപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ബന്ധുക്കൾ, സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാൻ മറക്കരുത്. ആരോഗ്യ സംബന്ധമായ വളരെ കോമൺ ആയിട്ടുള്ള മറ്റൊരു വിഷയവുമായിട്ട് കണ്ടുമുട്ടുന്നതുവരെ തൽക്കാലം സൈനിങ് ഓഫ്, ഡോക്ടർ ജിഷ മേരി.